എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓവലിൽ നടന്ന ആവേശം നിറഞ്ഞ 5ാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ചരിത്രവിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ക്രിക്കറ്റ് ആരാധകരുടെ നെഞ്ചിടിപ്പ് കൂട്ടിയ ഒരു അവിസ്മരണീയമായ പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യയുടെ യുവതാരങ്ങൾ ആധിപത്യം ഉറപ്പിച്ചു. യശ്വസി ജയ്സ്വാളിന്റെയും ആകാശ് ദീപിന്റെയും രവീന്ദ്ര ജഡേജയുടെയും വാഷിംഗ്ടൺ സുന്ദറിന്റെയും പ്രകടനങ്ങൾ ഇന്ത്യൻ ടീമിന് ഒരു വലിയ വിജയം നേടിക്കൊടുത്തു. ഒരു ഘട്ടത്തിൽ ഇംഗ്ലണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ഇന്ത്യൻ ബൌളർമാരുടെ കൃത്യതയാർന്ന പ്രകടനം അവർക്ക് തിരിച്ചടിയായി. ബെൻ ഡെക്കറ്റും ഹാരി ബ്രൂക്കും നേടിയ സെഞ്ചുറികൾക്ക് പോലും ഇംഗ്ലണ്ടിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഓവലിലെ പിച്ചിൽ ഇന്ത്യ ഉയർത്തിയ കൂറ്റൻ വിജയലക്ഷ്യം അവരുടെ ആത്മവിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. ഈ വിജയം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി എത്രത്തോളം ശോഭനമാണെന്ന് തെളിയിക്കുന്നു. 5ാം ദിനം ഒരു തീവ്രമായ പോരാട്ടമായിരുന്നു. 374 റൺസിന്റെ കൂറ്റൻ ലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇംഗ്ലണ്ടിനു മുന്നിൽ ഇന്ത്യയുടെ ബൌളിംഗ് നിര തുടക്കം മുതൽ വെല്ലുവിളി ഉയർത്തി. ബെൻ ഡെക്കറ്റും ഹാരി ബ്രൂക്കും ചേർന്ന് കളിയുടെ ഗതി മാറ്റാൻ ശ്രമിച്ചെങ്കിലും നിർണായക നിമിഷങ്ങളിൽ ഇന്ത്യൻ ബൌളർമാർ കൃത്യതയോടെ പന്തെറിഞ്ഞു. മുഹമ്മദ് സിറാജിന്റെയും പ്രസിദ്ധ് കൃഷ്ണയുടെയും മിന്നുന്ന പ്രകടനം ഇംഗ്ലണ്ടിന് തിരിച്ചടിയായി. ഇന്ത്യയുടെ ബൌളിംഗ് നിരയുടെ കൂട്ടായ പ്രകടനമാണ് ഈ വിജയം സാധ്യമാക്കിയത്. ഓവലിൽ നടന്ന ആവേശകരമായ 5ാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യയോട് പരാജയപ്പെട്ടതിനു ശേഷം ഇംഗ്ലീഷ് നായകൻ ഓലി പോപ്പ് ഇന്ത്യൻ ടീമിനെ വാനോളം പ്രശംസിച്ചു. ഒരു ഘട്ടത്തിൽ വിജയപ്രതീക്ഷയിലായിരുന്ന ഇംഗ്ലണ്ടിന് എവിടെയാണ് പിഴച്ചതെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇന്ത്യയുടെ തകർപ്പൻ പ്രകടനത്തിൽ അമ്പരന്ന ഇംഗ്ലീഷ് നായകൻ ഓലി പോപ്പ് തോൽവിയുടെ കാരണങ്ങൾ വിശദീകരിച്ചു. അത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യയെപ്പോലെയൊരു മികച്ച ടീമിനെതിരെ കളിക്കുമ്പോൾ ഓരോ നിമിഷവും നിർണായകമാണ്. ഞങ്ങളുടെ ബാറ്റിംഗ് മികച്ചതായിരുന്നു. ബെൻ ഡെക്കറ്റും ഹാരി ബ്രൂക്കും മികച്ച സെഞ്ചുറികൾ നേടി. എന്നാൽ നിർണായകമായ നിമിഷങ്ങളിൽ ഇന്ത്യൻ ബൌളർമാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. 4ാം ദിവസം ഹാരി ബ്രൂക്ക് നേടിയ സെഞ്ചുറി ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ 5ാം ദിവസം മുഹമ്മദ് സിറാജിന്റെയും പ്രസിദ്ധ് കൃഷ്ണയുടെയും ബൌളിംഗ് മികവിന് മുന്നിൽ ഞങ്ങൾക്ക് പിഴച്ചു. ഓവലിലെ പിച്ചിൽ ഇന്ത്യ ഉയർത്തിയ കൂറ്റൻ വിജയലക്ഷ്യം മറികടക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ടീം പൊരുതി നിന്നു. നിർഭാഗ്യം ഞങ്ങളുടെ ഭാഗത്തായിരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്ത്യൻ ടീം അത്രത്തോളം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഞങ്ങളുടെ യുവ കളിക്കാർക്ക് കൂടുതൽ പരിചയസമ്പത്ത് ആവശ്യമാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയും ബൌളിംഗ് നിരയും ഒരുപോലെ മികവ് കാട്ടിയപ്പോൾ ഞങ്ങൾക്ക് പിഴച്ചുവെന്നതാണ് യാഥാർത്ഥ്യം. ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ മുഹമ്മദ് സിറാജും പ്രസിദ്ധ് കൃഷ്ണയുടെയും നടത്തിയ പ്രകടനം അഭിനന്ദനാർഹമാണ്. അവരുടെ യുവ കളിക്കാരുടെ ആത്മവിശ്വാസം ഞങ്ങളെ ഞെട്ടിച്ചു. അടുത്ത തവണ ഞങ്ങൾ ഇന്ത്യയെ നേരിടുമ്പോൾ ഈ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ ശക്തമായി തിരിച്ചുവരും, ഒല്ലി പോപ്പ് കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ വിജയം ഇന്ത്യക്ക് നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ്. ഒരു റൺ ചേസിൽ ഇംഗ്ലണ്ടിനെ അവരുടെ നാട്ടിൽ പരാജയപ്പെടുത്താൻ സാധിച്ചുവെന്നത് അവർക്ക് വലിയൊരു മാനസിക മുൻതൂക്കം നൽകുക തന്നെ ചെയ്യും. മാത്രമല്ല, വരും മത്സരത്തിൽ ഇന്ത്യ ഇതിലും വലിയ തിരിച്ചുവരവ് നടത്തുന്നതിനെ ഉറ്റുനോക്കുകയാണ് ക്രിക്കറ്റ് ലോകം. ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.